എല്ലാവർക്കും ചാരുമടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കിയല്ലോ. അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഇത് കുഴഞ്ഞൊന്നും ഇരിക്കുന്ന അച്ചാറല്ല, നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്രിസ്പി ആയി കഴിക്കാൻ കഴിയുന്ന ഒരു അച്ചാറാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഓരോ ഡിഷ് ഇടുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഡിഷിലേക്ക് കടക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ചെറിയ ബീട്രൂട്ടാണ്. 3 ചെറിയ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴത്തേക്കും 3 കപ്പ് ഉണ്ടായിരുന്നു. 250 ml 3 കപ്പ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ആവശ്യം 1/2 കപ്പ് വെളുത്തുള്ളി നന്നാക്കി വെച്ചിരിക്കുന്നതാണ്. നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് 1/2 കപ്പ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കാന്താരി. ഞാൻ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി എടുത്തു. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 1/4 കപ്പ് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിന്റെ അകത്തേക്ക് നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഈ വാട്ടിയെടുത്ത് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ അതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ അരച്ചെടുത്തിട്ട് വാട്ടിയതിനേക്കാളും വാട്ടിയതിന് ശേഷം അരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ പിടിച്ചു പോകും. നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കിടന്നിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി സെയിം എണ്ണയിലേക്കാണ് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബീട്രൂട്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതും ഒരു 2-3 മിനിറ്റ് നേരം കിടന്ന് വാടിയാൽ മതി. അപ്പോൾ ഒത്തിരി നേരം ഒന്നും കിടന്ന് റെഡി ആവണ്ട. നമുക്കൊരു ചെറിയൊരു ക്രിസ്പിയോട് കൂടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പച്ചമണം മാറുന്നത് വരെ മാത്രം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ. അപ്പൊ നിങ്ങൾ അടുത്തുനിന്ന് കൈവിടാണ്ട് ഇളക്കുവാണെങ്കിൽ ഫുൾ തീയിൽ വെക്കാട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇളക്കി തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ കാന്താരി ഇല്ലാത്തവർ ഈ സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കാം നമുക്ക്. ഇളക്കുമ്പോൾ അടി പിടിച്ച് പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അച്ചാറ് കൂട്ടിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കടുക് തന്നെയാണ്. 1 ടേബിൾ സ്പൂണോളം കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് അച്ചാറ് പൊടി. അച്ചാറ് പൊടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി, പിരിയാൻ മുളക് പൊടി എടുത്താൽ മതിയാകും. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനൊരു 1/2 കപ്പോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിച്ച ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട സാധനമാണ് കായപ്പൊടി. ഇപ്പൊ ഞാൻ 1 ടീസ്പൂണോളം കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണഗതിയിൽ എല്ലാവരും ഉലുവാപ്പൊടി ചേർക്കാറുണ്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല. കാരണം നിങ്ങൾ ഒരു അച്ചാറും ചേർക്കാറില്ല. എന്താ വെച്ചാൽ പറഞ്ഞു വരുന്ന ഒരു പ്രശ്നമുള്ളത് കാരണം ഞാൻ ഒരു അച്ചാറിലും ഉലുവാപ്പൊടി ചേർക്കാറില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ ഇത്രയും സാധനം തന്നെ മതിയാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോ 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കി. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഞാൻ 1/4 കപ്പ് നല്ലെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മുളക് പൊടിയും അച്ചാറ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അച്ചാറ് പൊടി മുളക് പൊടി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാതെ. സിമ്മിൽ വെച്ചിട്ട് വേണം ഈ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായി നമുക്കിനി ഇളക്കി കൊടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ആക്കാവുന്ന കേട്ടോ. ഒത്തിരി നേരം കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന വിനാഗിരി മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മിക്സ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അച്ചാറ് കൂട്ട് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിന്റെയും പേസ്റ്റും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ഇപ്പൊ എല്ലാ സാധനങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുഴമ്പ് വരുവിനാണ് ഇഷ്ടമെങ്കിൽ അത്ര ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ലൂസ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത്ര ഒഴിക്കാം. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ഒപ്പത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒഴിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ, അല്ലാണ്ട് തിളച്ചാറിയ വെള്ളമാണ്. അപ്പോൾ അല്ലാതെ പച്ചവെള്ളം ഒന്നും ഒഴിച്ചേക്കരുത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പൂണിലും പാത്രത്തിലും ഒന്നും വേറെ വെള്ളത്തിന്റെ അംശങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ ചീത്തയായി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ടേസ്റ്റ് ചെയ്ത ഉപ്പ് കുറവായിരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ അതൊക്കെ വെള്ളം ആവശ്യമുള്ളവർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ വറ്റി പോകും. അപ്പൊ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അച്ചാറുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ പഞ്ചസാര ഇടുമ്പോഴാണ് ഇതെല്ലാം ക്രമീകരിക്കുക, ഉപ്പും എരിവല്ല. അപ്പൊ ഞാനിപ്പോൾ അത് പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് മാറ്റി വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഇത് ഇന്ന് തന്നെ കൂട്ടി തുടങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ 2 ദിവസം ഇരുന്നിട്ട് കൂട്ടുകയാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കിടിലനായിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. സാധാരണ ഉണ്ടാക്കേണ്ട പോലത്തെ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് അല്ല ഇത്. ഇപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ബീട്രൂട്ട് അച്ചാറിന്. അപ്പൊ ഇന്ന് തന്നെ വേഗം പോയിട്ട് ബീട്രൂട്ട് വാങ്ങി ഒന്ന് അച്ചാറിട്ട് നോക്കൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നതിന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും see you.